ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെ ഞാൻ നല്ലൊരു ഫ്ലവറിൻ്റെ കാഴ്ച കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. സൂപ്പറാണ് ആ ഫ്ലവർ. അതിൻ്റെ ചുവപ്പ് കളറുമുണ്ട്. അത് ഞാൻ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ചെറിയ പൂ ഉണ്ടാകാൻ പോകുന്നു, മുട്ടിട്ടിട്ടുണ്ട്. ഇപ്പം യെല്ലോ കളറാണുള്ളത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഓർക്കിഡ് ഞാൻ നിങ്ങളെ കാണിച്ചതാണല്ലോ, അതാണിത്. ഇതാണ് എൻ്റെ ഓർക്കിഡ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതിലൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നല്ല രണ്ട് ഇതായിട്ട് ഇട്ടിട്ടുണ്ടാ. ഇതാ കാണുന്നുണ്ടല്ലോ. ഇനി ഒരു ഓർക്കിഡും കൂടി ഉണ്ട്, പക്ഷേ ഇതിന് മൊട്ടൊന്നും ഇട്ടിനില്ല, ചെറുതാണ്. അപ്പോൾ അതും കൂടി ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുവേ. അപ്പോൾ ഇതാ ഗൈസ്, ഇതാണ് എൻ്റെ റോസി ഡച്ച്. കണ്ട, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണ്. ഇക്കെല്ലാം ഇപ്പം മഴ പെയ്യില്ലേ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് പൂക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് മുട്ടാണ്. ഇതിൻ്റെ മുട്ട ഇങ്ങനെയാണ് ഉണ്ടാവുക. അടിപൊളിയല്ലേ. ഒറ്റ വീട്ടിൽ ഇളക്കുന്ന ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. മുട്ട് ഇതാണ്, ഇങ്ങനെയാണ് മുട്ട ഉണ്ടാവുക. ഇതിൻ്റെ നല്ല ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരും പോലെയാണ്. ഉണ്ടാവും. നല്ല ഭംഗിയല്ലേ കാണാൻ. നിറച്ചുണ്ടായിട്ടുണ്ട്. ഫുൾ പൂത്തിട്ടുള്ളൂ ഇപ്പം. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. വള്ളി പടർന്നിട്ടുണ്ട്. എന്തോ ഒരു വള്ളി പടർന്നിട്ടുണ്ട് ഗൈസ്. എന്താ കണ്ട, ഞാനിത് ഒരുപാട് വലുതായിട്ട് പോകുന്നതിന് ഇവിടുന്ന് മുറിച്ച് കളഞ്ഞതാണ്. കണ്ട, എന്താ വലിയ മരം പോലെയാവും ഇത്. അപ്പം അങ്ങനെ ആക്കാണ്ട് ഞാൻ ചെറുതാക്കിയിട്ട് ഇതിനെ മുറിച്ച് നിർത്തിയിട്ടാണല്ലോ ഇപ്പോൾ. കണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ ഗൈസ്? നിറച്ചുണ്ടായിരുന്നുണ്ട്. കണ്ട, എന്താ ഫുൾ മൊട്ടും പൂവാണിപ്പോൾ. നിറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതാണ് ശരിക്ക്. കണ്ട, ഒരു കൊലയായിട്ട് ഉണ്ടായി എന്നെ. കൊലയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, അടിപൊളി ഭംഗിയല്ലേ കാണാൻ. ഒരു പൂവിടെ പൊട്ടി വീണ് പോയി, എങ്ങനെയാണെന്നറിയില്ല. ഇതാ ഒരു കഷ്ണം പൊട്ടിപ്പോയിട്ടാണുള്ള ഇതാണ്. കണ്ട, ഇതിൻ്റെ ചോപ്പും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. മഞ്ഞപ്പൂവാണ് ഇപ്പോൾ ഇവിടെ അധികം ഉള്ളത്. എൻ്റെ അടുത്തിപ്പം മഞ്ഞ കളറാണ് അധികം. എല്ലാ പൂക്കളും മഞ്ഞയാണ് ഇപ്പം. എൻ്റെ കോളാമ്പി കാണണം നിങ്ങൾക്കിതാ. എൻ്റെ കോളാമ്പി കണ്ട, അതും മഞ്ഞ തന്നെയാണ്. ഇതിൻ്റെ ചോപ്പ് ഞാൻ വാങ്ങിയിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ചോപ്പ്. കണ്ട, ഇതാണ് ചോപ്പ്. റോസിയുടെ ചുവന്ന പൂ. ഇനിയിപ്പോൾ ഇതാ ആദ്യമായിട്ട് മുട്ടിട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ടതാണ് ഞാൻ. അതുമല്ല ഇങ്ങനെ നീളായിട്ട് തന്നെ പോകുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ ഗൈസ്? ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തത് ഗൈസ്. നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അടിപൊളിയല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. 4 ഭാഗത്തൊന്നും പിടിച്ച് ഞാൻ നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരുന്നതാണ് വിരിഞ്ഞത്. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണെന്ന് എല്ലാവരും ഇതേപോലത്തെ ഒരു ചെടി വാങ്ങിയിട്ട് ഒന്ന് നട്ടു നോക്കുക കേട്ടോ. അപ്പം മനസ്സിലാവും. നമ്മുടെ മുറ്റത്തിങ്ങനെ പൂ വിരിഞ്ഞത് കാണുമ്പം തന്നെ പൂമ്പാറ്റിയെല്ലാം വന്ന് തേന് കുടിക്കുകയും ആവുകയെല്ലാം ചെയ്യുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. വാവ്, അടിപൊളിയാണ് കേട്ടോ. ഈ ചോപ്പും ഇതേപോലെ തന്നെ നിറച്ചും വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ചോപ്പിന് ആദ്യമായിട്ടൊരു 2-3 മൊട്ട് മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നല്ലോണം ആവുമെന്ന് വിചാരിക്കാം നമുക്ക്. ഉറുമ്പുകളും എല്ലാം ഉണ്ട് ഇതിൻ്റെ മേലെ.
തേന് കുടിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. കണ്ട ഉറുമ്പുകളിങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. കണ്ട ഇതേപോലെ വേറെയൊരു ചെടി ഞാൻ വാങ്ങിന്, അതിൻ്റെ പേര് മറന്നുപോയി. പക്ഷേ അതപ്പാട് ഉണങ്ങിപ്പോയി. ഇത് മാത്രം ഞാൻ മഴയത്ത് നിലത്ത് കുഴിച്ചിട്ടുകൊണ്ട് ബാക്കിയായതാണ്. എന്നിട്ടിത് വലിയതാവും, മരം പോലെ തന്നെയാവും. പക്ഷേ അങ്ങനെ ആക്കുന്നില്ല ഞാൻ. മരം പോലെ ആക്കാണ്ട് ഞാൻ മുറിച്ച് ചെറുതാക്കി കുറ്റിയാക്കി വെക്കുന്നതാണ് ഞാൻ ഗൈസ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെടികളുടെയും പൂക്കളുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടിനെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നതാണ്. ഓക്കേ, ബൈ.